നബിമാര് ശഫാഅത്ത് ചെയ്യും. പക്ഷേ നബിയേ ഞങ്ങൾക്ക് ശഫാഅത്ത് തരണേ. ഫിൽ ഖിയാമത്തി മുശ്ഫീഖൻ വാഹിലനാ ഇൻദാഅ സയ്യിദി ഖൈറൻ നബി എന്ന് നിങ്ങൾ മങ്കൂസ് മൗലൂദ് ചൊല്ലിയിട്ട് വിളിക്കാറുണ്ടല്ലോ റസൂലുള്ളാഹിനെ. അങ്ങനെ റസൂലുള്ളാഹിനെ നിങ്ങൾ വിളിക്കാറില്ലേ? ആ വിളിക്ക് ഇസ്ലാമിൽ ഇല്ല. അള്ളാഹുവിന്റെ ഭരണകാലത്ത് മദീനത്തെ പള്ളിയുടെ അരികിലൂടെ സവാദ് ബിൻ കാരിബ് നടന്നു പോകുമ്പോൾ സ്വഹാബാക്കൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ വിളിച്ചിട്ട് സ്വഹാബാക്കൾ നിറഞ്ഞ സദസ്സ് എന്ന് പറഞ്ഞു, നിങ്ങളൊരു കാഹിനാണല്ലോ. കാഹിൻ എന്ന് പറഞ്ഞാൽ ജിന്ന് സേവക്കാരൻ. നിങ്ങളൊരു ജിന്ന് സേവക്കാരനാണല്ലോ. ഇയാൾ പറഞ്ഞു, ഞാൻ മുസ്ലിമായൊരു മനുഷ്യനെ കാഹിൻ എന്ന് പറഞ്ഞ് അപമാനിക്കുന്നതിലും വലിയൊരു അപമാനം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ ചിന്നായ സേവക്കാരൻ പറഞ്ഞെന്ന ആ കവിതയും നിങ്ങൾ നബിന്റെ മുമ്പിൽ പറഞ്ഞിരുന്ന ഒരു കവിത ഉണ്ടല്ലോ എന്ന് ചൊല്ലണമെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അപമാനിക്കാൻ പറയല്ല. അദ്ദേഹം കഥ വിവരിച്ചു. അത്താനി നജിയി ബഅദ ഹുദഇം വറഖദതി അത്താനി നജിയി ബഅദ ഹുദഇം വറഖദതി വലം ആകു ഫീമാ ഖത്തലൗതു ബികാദിബി എന്ന് തുടങ്ങുന്ന കവിത. ആ കവിതയുടെ ഒരു വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഫാഷ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗാലിബി വഅന്നക അദ്നൽ മുർസലീന വസീലതൻ ഇലല്ലാഹി ഇബ്നുൽ അക്രമീനൽ ത്വായിബി فكل شفيعا فمرنا بما يأتيك يا خير من مشى وإن كان فيما جاء شيب الذبائب وكل شفيعا يوم لا ذو شفاعة سواك بمغن عن سواد بن قارب. സവാദ് ബിൻ കാരിബിന് ഷഫീആകണ നബിയെ അങ്ങുന്നേ. അല്ലാഹുവല്ലാതെ ഒരു റബ്ബില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന നബിയെ അങ്ങുന്നതിന്റെ മുമ്പിൽ നിന്ന് എല്ലാ എതിരാളികളെയും അതിജയിക്കുന്ന വിശ്വസ്തനാണ് അങ്ങുന്നെന്ന് ഞാൻ ഇവിടെ വെച്ച് ഉറച്ച് പ്രഖ്യാപിക്കുന്ന നബിയെ. എൻ്റെ കൂടെയുണ്ടായിരുന്ന ജിന്ന് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ 3 ദിവസവും കാൽക്കൽ വന്നിട്ട് ഓരോ രാത്രിയിലും പറയുന്നത്, ഇതാ ഖുറൈശി പ്രവാചകൻ വന്നിരിക്കുന്നു, കേട്ടില്ലേ, ഉറങ്ങല്ലേ, ഖുറൈശി പ്രവാചകൻ വന്നിരിക്കുന്നു. എന്നെ മുട്ടി വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നതാണ് നബിയെ. ആ പ്രസിദ്ധമായ കവിതയുടെ ഒരു വാചകം, വഅന്നക അദ്നൽ മുർസലീന വസീലതൻ. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ മധ്യസ്ഥന്മാരാണ്. ആ മധ്യസ്ഥന്മാരായ അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ വസീല അങ്ങൊന്നാണ്. വസീയത്തുൽ ഉളുമാ, അൽ വസീയത്തുൽ ഉളുമാ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന മധ്യസ്ഥൻ. ഈ മധ്യസ്ഥ വചനം ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖിയും ഇബ്നു അസാക്കിറും ഖറായിത്തിയും ഒക്കെ നിവേദനം ചെയ്ത് ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു കസീർ പറയുന്നു, വയശ്ഹദു ലഹു റിവായത്തുൽ ബുഖാരി. ഈ സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് ഇതിനെ സാക്ഷീകരിക്കുന്നുണ്ട്. അപ്പൊ വസീലത്ത് എന്ന് നബിയെ മധ്യസ്ഥനാക്കി പറയുന്ന പ്രയോഗം സ്വഹാബി നടത്തിയിട്ടുണ്ട്. മദീനത്തെ പള്ളിയിൽ മഴയില്ലാതെ വിഷമിച്ച സ്വഹാബി വര്യൻ, ഗ്രാമീണനായ സ്വഹാബി വര്യൻ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ദുആയിരക്കാൻ പറഞ്ഞപ്പോ, വല്ലൈസാ ലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ ഞങ്ങൾ എങ്ങോട്ട് ഓടണം നബിയെ? ഞങ്ങൾ അങ്ങയിലേക്കല്ലാതെ ഇവിടേക്ക് ഓടാനാ ഞങ്ങളെ പ്രതിസന്ധി വേളയിൽ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ പ്രവാചകന്മാരെ തേടിയല്ലാതെ ഞങ്ങൾ എങ്ങോട്ട് ഓടാൻ? ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട തിരുദൂതന്മാരായ മധ്യസ്ഥന്മാരായി നിങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തപ്പോ അള്ളാഹിനോട് പറയേണ്ട മധ്യസ്ഥന്മാരായി ഞങ്ങൾ നിങ്ങളെ സമീപിക്കല്ലാതെ പിന്നെ എങ്ങോട്ട് വരാൻ എന്ന് നബിയോട് സമീപിച്ചു ചൊല്ലിയ സംഭവത്തിന്റെ അടിസ്ഥാന സംഭവവും സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നബിയുടെ ജീവിതകാലത്തെ നബിയെ വസീലയാക്കി നബിയെ ഇസ്തിശ്ഫാ ചെയ്തുകൊണ്ടുള്ള രീതിയുണ്ട്. ഇസ്തിശ്ഫാ ചെയ്യുക മാത്രമല്ല, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്.